ചട്ടി നല്ലോണം ചൂടായിട്ടുണ്ട്. ഞങ്ങളിവിടെ ഓയിലും വെളിച്ചെണ്ണയും കൂടിയാണ് ഒഴിച്ച് കൊടുക്കാറ്. എണ്ണ നല്ലോണം ചൂടായതിന് ശേഷം കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി കായം തേച്ച ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കാം. ഇനി മൂടിയൊന്നും വെക്കാതെ കുറച്ച് നേരം നല്ല തീയിലൊന്ന് ഉയ്യട്ടെ. ചിക്കൻ്റെ ഒരു സൈഡ് നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്, മുരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് മറച്ചിട്ട് കൊടുക്കാം. ചിക്കന് വേറെ വേവിക്കൊന്നുമില്ല, അതുകൊണ്ടൊന്ന് മൂടി വെച്ചിട്ട് നമുക്ക് കുറച്ച് നേരം വേവിക്കാം. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. വാവ്, എന്ത് നല്ല സ്മെല്ല്! വാവ്, ഒന്ന് നല്ലോണം ഇളക്കി കൊടുക്കട്ടോ. എന്തിനാ അറിയോ അങ്ങനെ വെച്ച് വേവിക്കണത്? കുറച്ച് എണ്ണ മതി. അപ്പോൾ എനിക്ക് കുറേ എണ്ണ വെച്ച് ചിക്കൻ വറുത്തെടുത്ത പോലാവും. അതുകൊണ്ടാണ് ഡെയിലിയൊക്കെ ചിക്കൻ തിന്നുന്ന കുട്ടികളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ നല്ലതാണ്. എന്നും പൊരിച്ച് കൊടുക്കുന്നത് നല്ലതല്ലല്ലോ. ചിക്കൻ വേവുന്ന വരെ ഒന്നുകൂടി അടച്ചെടുത്ത് വേവിക്കാം. കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ നമുക്ക് ഒന്നുകൂടി തുറന്നു വെക്കാം. ഇതായിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം വെന്തിട്ടുണ്ട്. എന്നാലും ഒന്ന് ക്രിസ്പി ആവണ്ടേ. എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് തുറന്നു നോക്കുന്നവരുണ്ടോ? ഞാൻ ആ കൂട്ടത്തിൽ പെട്ടതാണ്. ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. ചോറ് വെന്ത ഒരു 16 പ്രാവശ്യം തുറന്നു നോക്കും, വെന്തിക്കണാന്നറിയാൻ. ഇങ്ങനെ ഇഷ്ടമുള്ള കുട്ടികളുണ്ടെങ്കിൽ ഇങ്ങനെ എടുത്ത് കൊടുക്കട്ടോ. പക്ഷേ ഇവിടെ ഉപ്പാക്ക് അങ്ങനെ ഇഷ്ടമല്ല. അതുകൊണ്ട് നമുക്ക് ഉള്ളി ഇട്ടിട്ടൊന്ന് ഗ്രേവി പോലെ ആക്കാം. അതുകൊണ്ടാണ് കുറച്ച് എണ്ണ കൂടുതൽ ഒഴിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ അത്രയും ഒഴിക്കണ്ട. നോൺ സ്റ്റിക്കിൻ്റെ പാത്രമൊന്നും വേണ്ടല്ലോ. നോൺ സ്റ്റിക്കിൻ്റെ പാത്രം ഒന്ന് വെച്ചാൽ തന്നെ കുറച്ച് എണ്ണ ഒഴിച്ചാൽ മതി. ഇതാ ഇങ്ങനെ ഉള്ളി അരിഞ്ഞതും നടുകീറെ മുറിച്ചിട്ട പച്ചമുളകും വെന്ത ചിക്കനിലേക്ക് നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഉള്ളി ഇതെങ്ങനെയാണ് അരിയേണ്ടത്? ഉള്ളി വലുതായി കയറിയിരുന്നത് കടിക്കാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് നല്ല ഇഷ്ടമാണ് ആ കടിക്കണ ടേസ്റ്റ്. ഇനി നല്ലോണം മിക്സ് ചെയ്യും. നല്ല സ്മെല്ലും ഭയങ്കര ടേസ്റ്റാവും. ചിക്കൻ എന്തുണ്ടാക്കിയാലും അത് കഴിക്കും. പക്ഷേ എന്നാലും ഇങ്ങനെ ഉണ്ടാക്കി നോക്കുന്നത് വെറൈറ്റി അല്ലേ. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കൂട്ടോ. മസ്റ്റായിട്ട് ഉണ്ടാക്കി നോക്കും വേണം. ഇങ്ങനെ ഇട്ട് വെച്ചാൽ പിന്നെ തീ കുറച്ച് വെക്കരുത് കേട്ടോ. കാരണം പച്ചമുളക് പച്ച നിറം മാറാതെ തന്നെ കിട്ടണം. അപ്പോഴാണ് അതിൻ്റെ ഭംഗിയും ടേസ്റ്റും ഒക്കെ ഉണ്ടാവുക. ഇനി നമുക്ക് കറിവേപ്പിലൊന്ന് ഇട്ട് കൊടുക്കാം. എന്ത് ഭംഗിയാണ് ചട്ടി കിടക്കുന്നത് കാണാൻ തന്നെ. ഇനി നമുക്ക് ചപ്പിട്ടിട്ട് തീ ഓഫ് ചെയ്യാം. പിന്നെ തീ വേവിക്കരുത്, ഓഫ് ചെയ്യണം പെട്ടെന്ന്. നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനി ചപ്പാത്തിക്കും അപ്പത്തിക്കും ചോറുക്കും ഒക്കെ കഴിക്കാൻ പറ്റിയ ചിക്കൻ റെഡി.